കഷ്ടപ്പെടുമ്പോഴേ എന്റെ എടുത്ത് കഴിച്ചോളിട്ടോ. അപ്പൊ നമ്മുടെ ഓൺലൈൻ സ്റ്റോർക്ക് ഒരുപാട് വരാൻ പോവില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് വീഡിയോയില് അവനെ മിസ് ചെയ്തിട്ടും അതല്ലേ താത്ത എന്ന് പറയും മര കാണണം കാണണം താത്ത കൊറേ നാളായി പറഞ്ഞു. അപ്പൊ ഇപ്പൊ എന്തായാലും നോമ്പിന് മുന്നേ വരാതെ നമ്മളിതാ കാര്യങ്ങളിലും ബേക്കറിയൊക്കെ കൊടുക്കുന്നുള്ളൂ. തണുപ്പല്ലോ ഒരു കണ്ടീഷൻ എടുക്കുന്നുണ്ട്. അതിനെ കുറച്ചേരം ഇവിടെ നോക്കിയില്ലമ്മ. പുലിയാലേ പുലിയാണ് എന്തറിഞ്ഞ് ഒന്നും കാണിച്ചില്ല. പെട്ടെന്നായതുകൊണ്ട് ഞങ്ങളിപ്പോ ചോറ് വെച്ചിട്ട് പോരല്ലേ. വീട് എവിടെയാണ്? അരീക്കോട്. അരീക്കോട് താഴെയാണ്. അപ്പൊ ഇതും ചെറിച്ചാൻ കഴിച്ചാണ് കേട്ടോ. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പാനെ കണ്ടിട്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഉപ്പ ഇതാ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈവനിങ് ഇതാ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. യാരിത് ഇവിടെ പുതിയ ഗസ്റ്റൊക്കെ വന്നപ്പോൾ അസൂന് ഇതാ ഇവിടെ വന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതാ സൈക്കിളൊക്കെ കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇതാ അവൻ ഇവിടെ നമ്മൾ താഴെ വിറകുംപരയിൽ കൊണ്ടുവച്ച സൈക്കിളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അസുമോ എന്താ വരുന്നത് അല്ലേ? സൈക്കിളാ വേണ്ടിയേ? അതാ വേണ്ടിയേ? ഒക്കെ ഇപ്പൊ ഇവിടെ കൊണ്ടുവച്ചാട്ടോ. അസൂന് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാന്ന് വെച്ചിട്ട് ഇതൊക്കെ ആകെ ചെളി പിടിച്ചതായി. നമുക്ക് വലിയ ഇനി ഇൻഷാല്ല വാങ്ങാം കേട്ടോ. അസൂൻ്റെ വെക്കേഷനിൽ വാങ്ങട്ടെ നമുക്ക്. നമ്മുടെ വീട്ടിൽ ഇതാ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ അധിക സാധനങ്ങളും ഉമ്മ തന്നെ ഉണ്ടാക്കാറ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഷോപ്പിൽ നിന്ന് എല്ലാ സാധനവും വാങ്ങിച്ചാൽ കിട്ടും, പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കടിയെങ്കിലും ഉമ്മാൻ്റെ ഉണ്ടാവും കേട്ടോ. കൊടുക്കൊന്നുമില്ല സ്പെഷ്യലി. അത് പീടിയുന്നുണ്ട് തന്നെ ആരല്ല നമ്മള് 4 മണിക്കെന്താ അതില് ഇമ്മാന്റെ നാടൻ വിഭവം ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം നിങ്ങൾ കുറച്ച് രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കാനാണ് ഞാൻ വിളിച്ചു വരുന്നത്. അങ്ങനെയല്ല പെട്ടെന്ന് വന്ന പിടി പോയ കിട്ടൂലേ. ഇവിടെ അത് അമ്മ തരുള്ളൂ കേട്ടോ. തിന്നാനല്ല അങ്ങനെയല്ല വിളിച്ചു പറയുന്നത്. ഇതെന്താ പഴം ഉമ്മാന്റെ നെയ്യ് ഉണ്ടാവും ഇവിടെ. ഉമ്മ രാവിലെ കൂട്ടലെന്താ കഴിഞ്ഞിട്ട് മിഞ്ഞാന്നേ അയ്യപ്പളെ 10 രൂപ നെയ്യാണ്. എനിക്ക് നെയ്യിട്ടണോ? ഒരു കറി ഞാൻ കൂട്ടൂല. അതന്നെയാണ് ലമ്മാന്റെ ഒരു 5 പത്തിരി 6 പത്തിരി നെയ്യിൽ കേട്ട് ചാലിച്ച് കുടിക്കുക. അതാണ് ഉമ്മാന്റെ സൗന്ദര്യ രഹസ്യം. അപ്പൊ ഇതാ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ചായ പാലിലേക്ക് നമ്മളിതാ പഞ്ചസാര ആദ്യം ഇടാറുണ്ട് ചില ടൈമിൽ. ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അവർ കുറേ നേരം വെയിറ്റ് ചെയ്യിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മളിതാ പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ തട്ടിക്കൂട്ടി നമ്മളെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഇതാ എല്ലാം റെഡിയാക്കുന്നുണ്ട്. ഈ ഒരുപാട് നാളായി ഉമ്മാനെ നമ്മളെ കാണാൻ വീട്ടിലേക്ക് വരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നോമ്പ് എന്നതിന് മുന്നേ വരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വന്നതാണ്. വിളിച്ചിട്ടൊന്നുമില്ല. വരാനായപ്പോഴാണ് ഞാൻ ലൊക്കേഷൻ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളിതാ തട്ടിക്കുട്ടി വീട്ടിലുള്ള നാടൻ വിഭവമായിട്ട് ഔല് കുഴച്ചതും അതുപോലെ തന്നെ ഉമ്മാൻ്റെതാ നല്ല അടിപൊളി ടേസ്റ്റുള്ള പഴം വാട്ടിയതൊക്കെ ആയിട്ടാണ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല നായ്ക്കറ്റൂല ആ കൂട്ടത്തെ പറ്റിയതാ. എന്താന്ന് വെച്ചാല് നമ്മളെ അടിയായി ഇതൊക്കെ വലിച്ചു തിന്നൂല. അത് ഇടക്കിടക്ക് തിന്നും. വേണ്ടിയൊക്കെ ഇവിടെ തിന്നണേക്കാളൊക്കെ തിന്നു. ഒരു അൽഫാമി അല്ല ഇപ്പൊ ഞാൻ ഡയറ്റിംഗ് ആണ്. രാവിലെ രാവിലെ പറയണേ നമുക്ക് കാര്യമായിട്ട് ഉണ്ടാക്കിയത് നമ്മളെ വീട്ടിലുള്ളതിലുണ്ടാവുള്ളൂ. ഇങ്ങനെയൊക്കെ പറയാം. ഞാൻ അതുകൊണ്ടാണ് ഇതൊന്നും ഉണ്ടാക്കരുത് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിട്ട് വീട്ടിലുണ്ടായ എന്താ പറയാ സാധാ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇതന്നെ നമുക്ക് അധികമാണ്.
ഞാന് നമ്മളെ ഈ സുന്ദരിയായ ഉമ്മാനെ കാണാൻ വേണ്ടി വന്നു. വേറെ ആരുമില്ലെങ്കിൽ. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ വർത്താനം? മരുവോള് എങ്ങനെയുണ്ട്? സുന്ദരിയാണല്ലേ. മരുവോളോട് ചോദിച്ചുമ്പോളോട് തന്നെ പറയും ഇമ്മ സൂപ്പറാന്ന് പറയപ്പോളൂ. പിന്നെ എന്തായിരുന്നു ഞങ്ങളോട് കരഞ്ഞ് ഇൻഷാല്ലാ വരണം കേട്ടോ. പിന്നെ ഇപ്പാനെ കണ്ടു, സന്തോഷായി, നല്ല അടിപൊളി ഉണ്ടല്ലേ. ഭയങ്കര വലിയ ആളായിക്കണ്. ആരാധകർ വരാറുണ്ട്. ഇനിയും കൊറേ ഉയരങ്ങളിൽ എത്തട്ടെ. അതന്നെ അതന്നെ നല്ല കേട്ടോ. മാഷാല്ലാ നല്ല ഇത് പറയല്ല. ഞാൻ ഒക്കെ വിളിച്ചപ്പോഴൊക്കെ ചോദിക്കല്ലേ എന്താ ഉമ്മാന്റെ വർത്താനം. അല്ലാതെ ഓളെ വർത്താനല്ലേ ഓളോട് ചോദിച്ചാൽ ചോദിക്കല് ഉമ്മാന്റെ അപ്പൊ നമ്മളെ വേണ്ടല്ലേ. അതല്ല അന്നേതായാലും ഇഷ്ടം. അന്ന ഇഷ്ടമായതുകൊണ്ടാണല്ലോ ഉമ്മാനും കൂടി ഇഷ്ടപ്പെട്ടത്. നമ്മളെപ്പഴും തന്നെ ഉഷാറില്ലേ. ഇപ്പൊ മാഷാണ്. അങ്ങനെ ഞങ്ങൾ കണ്ടു, ചായ കുടിച്ചു, ഇനി പോവാൻ നിക്കാണ്. അല്ല ഇവിടെ ഇഷ്ടമുള്ളവരൊക്കെ എന്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനലിന്റെ പേര് എന്താണ്? സപ്പോർട്ട്. എന്റെ കേൽ മലപ്പുറം വ്ലോഗാണ്. അപ്പൊ എന്റെ വീഡിയോ കാണുന്നവരൊക്കെ തന്നെ താത്താന്റെ ചാനൽ ഒന്ന് കേറി നോക്കുക, സപ്പോർട്ട് ചെയ്യുക. KL മലപ്പുറം വ്ലോഗ് എല്ലാം പൊട്ടു കൊണ്ടുപോകാം. ഹലോ കവറിട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമായ ചാമ്പക്ക? വെള്ള ചാമ്പക്ക. അപ്പൊ താത്തക്ക് വേണ്ടിട്ട് ഉമ്മ അവിടുന്ന് വടിയെടുത്തൊക്കെ തട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പുതിയ സ്റ്റോക്ക് വന്നതാണ്. അതിൻ്റെ പിക്ക് എടുക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. ഇതൊക്കെ ഉണ്ട്, നമ്മൾ പിക്ക് എടുത്ത് വെച്ചതാണ്. ഇനി ഇതെല്ലാം മടക്കി നമ്മുടെ ഈ ഒരു കവറിലാക്കി സെറ്റ് ചെയ്യണം. ഒരുപാട് എഫേർട്ട് ഉണ്ട് നമ്മുടെ ജോലിക്ക്. എല്ലാവരും കാണുമ്പോൾ വിചാരിക്കും ഫോട്ടോഷൂട്ടും കാര്യമൊക്കെ കാണുമ്പോൾ സിമ്പിളാണ് സ്റ്റോക്ക് എടുക്കലൊക്കെ. ഞാൻ രാവിലെ പോയിട്ട് ഈവനിങ് ഒരു 6 മണി ആവാനായപ്പോഴാണ് വീട്ടിലെത്തിയിട്ടുള്ളത്. അതും ഒരുപാട് തിരക്കിൻ്റെ ഇടയിൽ നിന്നൊക്കെ വലിച്ചെടുത്തിട്ടുള്ള ഐറ്റംസാണ്, കുറേ ഉണ്ട്. നമ്മളെ ഇൻസ്റ്റഗ്രാം വഴി അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മടക്കി നീ സെറ്റാക്കി വെക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ഓൺലൈൻ സ്റ്റോർക്ക് ഒരുപാട് കളക്ഷൻ ഇപ്പോൾ പുതിയ വന്നതുണ്ട്. ഇതാ ബണ്ടിലാണ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ സ്റ്റോർ എവിടെയെന്ന് നിങ്ങൾ കാണണ്ടേ, ഇത് തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ഹാളിൽ തന്നെയാണ് നമ്മൾ ഓൺലൈൻ സ്റ്റോർ, ഈ ഒരു ഹാളിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറേ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയതൊക്കെ സെല്ലായി. ഇനി കുറച്ച് ഐറ്റംസേ ഉള്ളൂ സ്റ്റോക്ക്. അപ്പോൾ ഇതാ ബണ്ടിൽ വന്നിട്ടുണ്ട്. ഇനി എല്ലാം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്കതാണ് കേട്ടോ പണി. ഇനി വേണം എൻ്റെ ഹസ്ബൻഡിനെ വായിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവൻ എക്സാമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു ഭാഗത്താക്കാൻ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓൺലൈൻ സ്റ്റോർക്ക് വന്ന പുതിയ കളക്ഷനാണിത്. നമ്മുടെ എല്ലാം ഇവിടെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെക്കാറ്. ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇവിടെ കൊറിയർ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇന്ന് വന്ന ബണ്ടിലാണ്, 2-3 ബണ്ടിൽ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം വന്നതെല്ലാം ഹെവി പാർട്ടി വെയർ ഐറ്റംസാണ്. പിന്നെ വെസ്റ്റേണും നമ്മൾ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിക്ചർ എടുത്തതിന് ശേഷം ഇതാക്കി വെച്ചതാണ്. ഇതൊക്കെ കൊണ്ടുവരുന്നത് നമ്മുടെ എഫേർട്ട് നിങ്ങൾ കാണണം, അത്രയും എഫേർട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ളത് അത് തന്നെയാണ്. അപ്പം നീ ഇതിവിടെ സെറ്റ് ചെയ്യേണ്ടത് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് ഇതിവിടെ വെക്കുകയാണ്. അതുപോലെ ഈ ഒരു ബണ്ടിലുണ്ട്, അതിന് പിന്നെ പൊളിച്ച് പിന്നെ വായിക്കണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ ഇംഗ്ലീഷിൻ്റെ ബുക്ക് എടുക്കും, അതിന് നാളെ എക്സാം ഇംഗ്ലീഷാണ് കേട്ടോ. അപ്പോൾ ഈ 2 ബണ്ടിലും ഇവിടെ പൊട്ടിക്കാത്തുണ്ട്, അത് അവിടെ സൈഡാക്കി വെച്ചതാണ്. അതുപോലെ ഇത് 2 ഉണ്ട്. എല്ലാം കൂടി ഇവിടെ വെച്ചാൽ ചിലപ്പോൾ ഇത് മിസ് ചെയ്യുമോ. ഇത് താഴെ വെച്ചിട്ടാണ്. ഹസ്ബൻഡ് ഇംഗ്ലീഷ് എക്സാം ആണ്, അപ്പോൾ അവനതാ വായിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഞാൻ അവനതാ നമ്മുടെ ഈ ഒരു തിരക്കിൻ്റെ ഇടയിലും
അപ്പോൾ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡിനെ വായിപ്പിക്കുന്ന ടൈമാട്ടോ. എത്ര തിരക്കുണ്ടെങ്കിലും ആ ഒരു ടൈം ഞാൻ കറക്റ്റ് ചെയ്യാറുണ്ട്. കാരണം ഹസ്ബൻഡിനെ വായിപ്പിക്കുന്ന അവനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അങ്ങനെ വായിക്കുക എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അവനിതാ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മളെല്ലാം സെറ്റാക്കും. അതിനുശേഷം അവനിപ്പം ഞാനിതാ ഒരു ട്യൂഷനിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ അതിൻ്റെ ക്ലാസ്സൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ അവന് ഓൺലൈനായിട്ട് ഇപ്പോൾ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റർവെൽ എല്ലാവർക്കും അറിയുന്നില്ല, അവർ ആ ഒരു ഇതിൽ ഞാൻ അവനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിലൊക്കെ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവന് നാളെ എക്സാമാണ്, ഇംഗ്ലീഷ് എക്സാമാണ്, ഏകദേശം ഫിനിഷ് ആവാനായിട്ടുണ്ട്. അപ്പോൾ അവനിതാ ഓരോ അക്ഷരമായിട്ട് ഞാനിതാ വായിപ്പിച്ച് കൊടുക്കുകയാണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വായിക്കുന്നത് കേട്ടോ. ചില ടൈം മടി പിടിക്കും, ചെറിയ കുട്ടികളല്ലേ. അവനിപ്പോൾ 4.5 വയസ്സാണ് ആയിട്ടുള്ളത്. കുറേ പേര് ചോദിക്കാറുണ്ട് അവൻ്റെ പേരെന്താന്ന്. അവൻ്റെ ഫുൾ പേര് ഹൈദൻ സാദ് എന്നാണ്. പിന്നെ അവന് കഞ്ഞി കുടിക്കാനൊക്കെ ചിലപ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ. ഓരോന്ന് പറഞ്ഞിട്ട് ഞാനിതാ ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാ കഞ്ഞിയാണ് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവനിപ്പോൾ കുറച്ച് നേരമായിട്ട് ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പം നമ്മളിതാ നൈറ്റിൽ കഞ്ഞിയാണ് കൊടുക്കുന്നത്. അതും വായിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ജസ്റ്റ് ഒന്ന് കഞ്ഞി കൊടുക്കുകയാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും ഫോൺ വേണമല്ലേ, അതുപോലെ തന്നെ ഹൈസൻസാദിൻ്റെ കാര്യം ചില ടൈമിൽ ഫോൺ കിട്ടാതെ ഭക്ഷണം തന്നെ അങ്ങോട്ട് ഇറങ്ങൂല. കുറേ ഞാൻ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ആൾ എന്തായാലും അത് മാറാനുള്ള ശ്രമമൊന്നുമില്ല. ഇനി വലിയതാകുമ്പോൾ മാറിക്കുമെന്ന് വിചാരിക്കുന്നത്. എപ്പോഴും ഇല്ല കേട്ടോ, ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഫോൺ വേണ്ടി വരും. പിന്നെ അതാ ചൂടുള്ള കഞ്ഞിയാന്നൊക്കെ പറയുന്നുണ്ട് ആൾക്ക്. ഞാൻ ജസ്റ്റ് ചൂടോടൊക്കെ തന്നെയാണ് കൊടുക്കൽ, നല്ല ചൂടല്ല, ഒരു പാകത്ത് കുട്ടികൾക്ക് കുടിക്കാൻ പറ്റിയ ചൂടിലാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അധികം ഞാൻ വാരി കൊടുക്കാറുണ്ട്, ഇന്നാലെങ്കിലും കുട്ടികളെ പള്ളിയിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാരണം ചിലപ്പം ഭയങ്കര മടിയാണ്, ഭക്ഷണം കഴിക്കാനൊക്കെ ഇപ്പോൾ കുറച്ച് നേരമായിട്ട് മടിയായിട്ടുണ്ട്. ഇനി എന്തായാലും വെക്കേഷൻ വന്നിട്ട് നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കണം വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഏതൊരു തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ. നമുക്കെല്ലാം ഓരോ വീഡിയോയിലായിട്ട് കാണിക്കാം. എൻ്റെ ഓൺലൈൻ സ്റ്റോറത്തെ കളക്ഷനൊക്കെ ജസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു ഡ്രസ്സൊക്കെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റൽ ഇൻസ്റ്റഗ്രാമിൻ്റെ നെയിമും ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ. അതിൽ ഒരുപാട് പിക്ക് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കെല്ലാം കൂടിയാണ് ഇപ്പോൾ, വീട്ടിലെ കാര്യങ്ങൾ, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ എല്ലാം കൂടിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. എല്ലാ കാര്യം നോക്കിയാലും എന്തായാലും നല്ല രീതിയിൽ പോകുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ആ ഒരു താത്ത വന്നതിൽ ഭയങ്കര സന്തോഷം തോന്നി. എന്ന് പറയട്ടോ എന്നോട്, ഉമ്മാനി നിൻ്റെ വീടൊക്കെ ഒന്ന് കാണുന്നത്. അപ്പോൾ ആളെന്തായാലും വന്നു, വളരെ വളരെ സന്തോഷം തോന്നി. പിന്നെ ഇപ്പോൾ നമ്മൾ എവിടെ പോയാലും നമ്മൾ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കാണുമ്പോൾ അവർ സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പുതിയ ലേറ്റസ്റ്റ് കളക്ഷനാണ്. ഇപ്പോൾ ഇന്നലെ വന്ന ബണ്ടിലാണ്. അത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള ഹെവി പാർട്ടി വെയർ ആണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ഏത് ഷോപ്പിൽ ഈ ഒരു റേറ്റിന് കിട്ടില്ല. അപ്പോൾ ഓരോന്നിനും ഓരോ റേറ്റാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ റേറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ടാക്കി നമ്മൾ വാട്സപ്പ് വഴി അയച്ചു തരാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോസ് ഉണ്ട്, അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റേറ്റും ഡീറ്റെയിൽസൊക്കെ ചോദിക്കാം കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റ്, അത് ഷിഫോണൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈദ് അല്ലേ, ഈദിൽ നിങ്ങളെല്ലാവരും നല്ല മാക്സിമം നല്ല അടിപൊളി കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ടോളൂ. നല്ല അഫോർഡബിൾ ആയിട്ട് റേറ്റിനാണ് നമ്മൾ ഹോസ്പിറ്റൽസ് ഓൺലൈൻ സ്റ്റോറിലുള്ളത്. എൻ്റെ ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷത്തെ ഒരു ബിസിനസ്സാണ്. നമ്മൾ യൂട്യൂബൊക്കെ വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഈ ഒരു ബിസിനസ്സാണ്. അപ്പോൾ എല്ലാം ഞാൻ ഒരു ദിവസം ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നൊക്കെ രാവിലെ ഓട്ടാണ്, ഒരു ടൈമിൽ നിന്നിട്ടില്ല. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് ഒരുപാട് എഫേർട്ട് ഉണ്ട് ഓരോ ഡ്രസ്സും നമ്മൾ കൊണ്ടുവരാനൊക്കെ. കാരണം രാവിലെ നമ്മൾ മാർക്കറ്റിൽ പോയാൽ ഏകദേശം ഒരു 6 മണി 5:30 ആവും വീട്ടിലെത്താൻ. അതുവരെ ഭയങ്കര ക്രൗഡാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഇത് വലിച്ചെടുക്കണം, അത്രയും ക്രൗഡാണ് ഇപ്പം മാർക്കറ്റിലൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് നമ്മൾ ഓരോ പീസും കൊണ്ടുവരുന്നത്. ഒരുപാട് എഫേർട്ട് ഉണ്ട് ഓരോ കാര്യത്തിനും. അപ്പോൾ അതൊക്കെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക, മാക്സിമം നിങ്ങളൊക്കെ സപ്പോർട്ടാക്കുക. നിങ്ങളെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ വീഡിയോസൊക്കെ. അവർക്കാർക്ക് ഈ ഉപകാരപ്പെട്ട് അവരാരെയും വാങ്ങിക്കുക എന്തെങ്കിലും ചെയ്തോട്ടെ. എന്തായാലും നല്ല റേറ്റ് കുറവിലാണ് നമ്മൾ സെല്ലാക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടില്ല, അത്രയും ഷുവറാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും നല്ല പല റേറ്റിലുള്ളത് നമ്മളെ സ്റ്റോറിലുണ്ടത്. എന്തായാലും 1000-ൻ്റെ മേലുള്ള റേറ്റിലുള്ളതാണുള്ളത്, എന്നാലും 2-ൻ്റെ മേലുള്ളതുണ്ട്, എല്ലാ റേറ്റിലുള്ളത് നമ്മളെ സ്റ്റോറിലുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റോറിൽ ക്രീം ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സ് ഐറ്റംസ് ഉണ്ട്, വെസ്റ്റേൺ ടൈപ്പ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. കാരണം ഞാൻ എപ്പോൾ ഡ്രസ്സ് ഇടുകയാണെങ്കിൽ എല്ലാവരും ചോദിക്കുന്നതാണ് ഇൻസ്റ്റയിലൊക്കെ, നീ എവിടെ നിന്നാണ് ഈ ഡ്രസ്സൊക്കെ വാങ്ങിക്കാറുണ്ട്. ഞാനിടുന്ന എല്ലാ ഔട്ട്ഫിറ്റും നമ്മൾ ഓൺലൈൻ സ്റ്റോറിൽ തന്നെയാണ്. അപ്പോൾ വേറെ എവിടെ നിന്ന് ഞാൻ പുറത്തുനിന്നായിട്ട് പർച്ചേസ് ചെയ്യലൊന്നുമില്ല. എൻ്റെ കാര്യങ്ങൾ ഒരുവിധം
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിട്ടു പോരുത് കേട്ടോ. അപ്പോൾ മറക്കണ്ട, നമ്മളെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡിയും അതുപോലെ തന്നെ നമ്മളെ വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റഗ്രാമും ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതാ റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റഗ്രാമും ഫോളോ ചെയ്യുക. അതിൻ്റെ നെയിം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കളക്ഷൻ കണ്ടിട്ട് വീഡിയോ ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ.